ഈ PV അൻവർ അവസാന അംഗത്തിനുള്ള പുറപ്പാടിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. കാരണം അദ്ദേഹം കാന്തപുരം ഭാഗത്തിൻ്റെയൊക്കെ പിന്തുണ തേടാൻ പോയിട്ടുണ്ട്. നമുക്കറിയാം PV അൻവറുമായിട്ടുള്ള വിഷയം കുറച്ച് കാലഘട്ടത്തിന് മുമ്പിട്ട്, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നു PV അൻവറിൻ്റെ രാജിയും പിണറായി വിജയന് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ ആക്രോശങ്ങളും എല്ലാം. എന്താണ് സംഭവിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ? കേരള രാഷ്ട്രീയത്തിൽ എന്താണ് മറ്റേ ഇപ്പം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം PV അൻവർ ഉപ്പ് വെച്ച കലം പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്തില്ല, ആർക്കും മനസ്സിലാവും. പുള്ളിക്ക് തന്നെ ഗ്രാഹ്യമുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം കൃത്യമായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, വളരെ നിർണായകമായി, അതായത് ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി ജയിച്ച ഒരു ഇടത് സ്വതന്ത്ര MLA എന്ന നിലയിൽ ശക്തമായി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ, ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളും, അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹം ഭരിക്കുന്ന വകുപ്പായ ആഭ്യന്തര വകുപ്പിലെ മുടിചൂടാമണ്ണനായിട്ടുള്ള MR അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് ചെയ്തു, ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിലൂടെ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, എടുത്ത നിലപാടുകൾ ഒരു സ്ട്രാറ്റജിക്കൽ എറർ എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുറേ കാലം എന്ത് ചെയ്യുന്നു, ഈ ഒരു വിഷയത്തിൽ തന്നെ നിലപാടെടുക്കുന്നു, കുറേ കാലം എന്ത് ചെയ്യുന്നു, വീണ്ടും നിലപാട് മയപ്പെടുമെന്ന നിലയിൽ വീണ്ടും അവിടെ തുടരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ ഗുഡ് ബൈ പറഞ്ഞ ശേഷം DMK എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ DMK എന്ന് പറയുന്ന പേര് തന്നെ എന്താണ്, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള എററാണ്. കാരണം ഒരിക്കലും എന്തല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മതമില്ലാതെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ സമ്മേളനം നടത്തുകയില്ല, അല്ല അതിന് സമാനമായ കൊടിതോരണങ്ങളൊക്കെ വെച്ച് ഇവിടെ ഒരു പരിപാടി നടത്തുന്നു. പക്ഷേ ആ പരിപാടി അവർ തന്നെ തള്ളിപ്പറയുന്നു. അപ്പോൾ അവിടെ തന്നെ ആളുകൾക്ക് അതിൽ ആശങ്ക ഉണ്ടാകുന്നു. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, അപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായി അൻവറിന് എന്ത് ചെയ്യാമായിരുന്നു, കൃത്യമായ ഒരു രാഷ്ട്രീയ പോംവഴി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അഭയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായും അതും അദ്ദേഹം വളരെ എന്ത് ചെയ്തു, ഇല്ലാതാക്കി. കാരണം അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന 137 ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം, ആലത്തൂർ സീറ്റ് എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണമെന്നാണ് എന്തായത് അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ, അല്ലെങ്കിൽ പാലക്കാട് സീറ്റ് അദ്ദേഹത്തിന് മത്സരിക്കാൻ കൊടുക്കണമെന്നുള്ള ബാലിശമായ, അല്ലെങ്കിൽ എന്താണ്, ആര് കേട്ടാലും ചെറിയ കുട്ടികൾക്ക് പോലും കേട്ടാൽ പരിഹാസം തോന്നുന്ന തരത്തിലുള്ള, അതെ, അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം എന്തോ വലിയൊരു സംഭവമാണെന്ന് അദ്ദേഹം തന്നെ ആളുകൾ. അതിനുശേഷം എന്ത് ചെയ്തു, അദ്ദേഹം മത്സരിച്ചു, 3500 വോട്ടാണ് കിട്ടിയത്. അതും അദ്ദേഹത്തിന്റെ പങ്കല്ല, അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവായിരുന്നു സുധീറാണ് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവന്ന് മത്സരിച്ച് എന്ത് ചെയ്തു. അപ്പോൾ അൻവർ എന്ന് പറയുന്ന വ്യക്തി, അതായത് അദ്ദേഹം എന്തിനെയാണോ എന്താണ് ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയത്, അവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, പല നിലപാടുകൾ എടുക്കുന്നു. അദ്ദേഹത്തിനെതിരെ സർക്കാർ പകപോക്കൽ നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. വീണ്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും അതായത് കത്തി വീണ്ടും എന്ത് ചെയ്തു, അദ്ദേഹം വന്നു. അപ്പോൾ വീണ്ടും അയാൾ ചെയ്ത് എന്താണ്, തൃണമൂൽ കോൺഗ്രസിൽ എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതെങ്ങനെയൊക്കെ ഇപ്പം അൻവർ ചേർന്ന ശേഷമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ കേരളത്തിലുണ്ടെന്ന് 10 പേര് നമ്മളൊക്കെ അറിയുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഇയാൾ ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ്, ഏതോ ഒരു ഉണ്ണി എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്, അൻവർ ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഞങ്ങളുടെ പാർട്ടിയിൽ എന്താണ്, ഞങ്ങളാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്, അപ്പോൾ ഇവിടെ മത്സരിക്കേണ്ടെന്ന് പറയാൻ അൻവർ ആരാണെന്ന് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. അദ്ദേഹം MLA സ്ഥാനവും രാജിവെക്കുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന കാര്യം ഇപ്പോഴും എന്താണ്, അദ്ദേഹത്തിന് അവ്യക്തമാണ്. അപ്പോൾ ഇവിടെ അവ്യക്തമായിട്ടുള്ള അദ്ദേഹം, പിന്നെ ഒരു കാര്യമുണ്ട്, വളരെ UDF ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം പറയുന്ന ഇന്ന് പറയുന്ന കാര്യമല്ല എന്ത് ചെയ്യുന്നത്, നാളെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ കൈയടിച്ചാൽ നാളെ എന്ത് ചെയ്യും, അത് നമുക്ക് നാളെ ബാധ്യതയാകുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് UDF എന്ന് പറയുന്ന ഒരു സംഘടന കൃത്യമായിട്ട് ഈ PV അൻവറിനൊപ്പം നിന്നൊരു സമയമുണ്ട്. നിന്ന സമയം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ കൃത്യമായി വിരൽ ചൂണ്ടുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ന് UDF തന്നെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് ആ സമയത്ത് അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം UDF നേതൃത്വം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യരുത്, അത് തെറ്റാണ് എന്നെല്ലാം അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് കിട്ടിയൊരു ലാഭമായിരുന്നില്ലേ? അല്ല, രാഷ്ട്രീയപരമായിട്ട് കിട്ടിയ ലാഭത്തെ അദ്ദേഹം എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നതാണ്
ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു എറർ. അപ്പോൾ പുള്ളി കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എന്താണ് പുള്ളി ഈ പറയുന്ന കാര്യങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉന്നയിച്ച വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മമതാ ബാനർജി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് അന്ന് ഏകദേശം 2 ലക്ഷം ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിപാടിയൊക്കെ പങ്കെടുപ്പിക്കാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. നടക്കട്ടെ, ഇവിടുത്തെ വർഷങ്ങൾ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അത്രയൊക്കെ പരിപാടികൾ നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പോൾ ഇദ്ദേഹം സ്വീകരിക്കുന്ന ഇപ്പോൾ മത നേതൃത്വം ഈ അൻവർ അദ്ദേഹം പോയി കണ്ടെന്ന് കരുതി കേരളത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. കേരളത്തിലെ മത നേതൃത്വങ്ങളൊന്നും അത്ര എന്തല്ല ബുദ്ധിശൂന്യമായിട്ട് പെരുമാറുന്നവരല്ല. അപ്പം അവർക്കെല്ലാം ആരുടെയൊക്കെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ എത്ര പേരുണ്ടെന്നൊക്കെ മതസാമുദായിക. ഈ കാന്തപുരത്തിന്റെ പുറകെ പോയത് കാന്തപുരം കൃത്യമായിട്ട് ആരോടും ഒപ്പം നിൽക്കുന്ന ഒരാളല്ല, അത് UDF-നോടോ LDF-നോടോ ഒപ്പം നിൽക്കുന്ന ഒരാളല്ല. അതുകൊണ്ടായിരിക്കാം കാന്തപുരത്തിലേക്ക് പോയി ആദ്യം തന്നെ കാണുന്നത്. അദ്ദേഹമൊക്കെ കാന്തപുരം ഉസ്താദൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാന്യനായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഈ ആർക്ക് വേണേലും അവരെയൊക്കെ പോയി കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ കാണുന്നവർക്ക് അപ്പോൾ അത് അവർ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ശേഷം ഞങ്ങളെല്ലാം ധാരണയായെന്ന് ഈ പറയുന്ന അൻവറല്ലേ പറയുന്നത്. അതായത് കാന്തപുരം ഉസ്താദിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മർക്കസിന്റെ ഭാഗത്തുനിന്നോ എന്ത് ചെയ്തിട്ടില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമന്റും വന്നിട്ടില്ല. അപ്പോൾ അത് വരാത്തടത്തോളം കാലം എന്തില്ല, ഇതിനൊരു അൻവർ പറഞ്ഞതിന് യാതൊരു വിധമായ എന്തില്ല പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് അൻവറിന് എന്ത് ചെയ്യാം, ഇനിയായാലും UDF-ഉമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം, ശക്തമായിട്ട് ഈ പറയുന്ന ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടും ഒക്കെ തന്നെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അത് ചെയ്യുമ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ആ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് മറ്റാരുമല്ല അൻവർ എന്നാണ്. അൻവർ കേരളത്തിൽ അൻവറിന്റെ ക്രെഡിബിലിറ്റി ഇപ്പോൾ ആകെ എന്താണ് ഒരു ഡാമേജ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഡാമേജ് തിരുത്തേണ്ടത് അൻവർ തന്നെയാണ്.